ഹലോ, ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഐഗിനുവിലെ MA സൈക്കോളജി 1-ാം വർഷ വിദ്യാർത്ഥിയാണെങ്കിൽ ഈ വിശകലനം തീർച്ചയായും നിങ്ങൾക്കുള്ളതാണ്. നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ ബ്ലോക്ക് 3 യൂണിറ്റ് 2, അതായത് ലാംഗ്വേജ് പ്രോസസ്സിംഗ്, കോംപ്രിഹെൻഷൻ ആൻഡ് ലാംഗ്വേജ് എക്സ്പ്രഷൻ. അതിലെ ഒരു പ്രധാന ഭാഗം ഭാഷയുടെ ധർമ്മങ്ങൾ, ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ്. എന്തിനാ നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നത്? ശരിക്കും എന്താണ് അതിന്റെ പങ്ക്? നമുക്കിതൊന്ന് ആഴത്തിൽ പരിശോധിച്ചാലോ? തീർച്ചയായും. ഭാഷ എന്ന് പറയുന്നത് മനുഷ്യന്റെ അറിവാற்றലിന്റെ, അതായത് കൊഗ്നിഷന്റെ ഒരു കേന്ദ്രബിന്ദുവാണല്ലോ. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ ആശയവിനിമയം നടത്തുന്നു, ഇതിനൊക്കെ ഭാഷയുമായി നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഈ യൂണിറ്റ് പറയുന്നതനുസരിച്ച് ഭാഷയുടെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധർമ്മം യൂണിറ്റ് പറയുന്നത് ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ തന്നെയാണെന്ന് തോന്നുന്നു. അർത്ഥം കൈമാറുക, അതാണല്ലോ പ്രധാനം. അതെ അതെ മിക്കവാറും എല്ലാ സാമൂഹിക ഇടപെടലുകളുടെയും ഒരു ഭാഗമാണിത്, അല്ലേ? അതെ, അതുതന്നെയാണ് ഏറ്റവും അടിസ്ഥാനം. പക്ഷേ ഈ അർത്ഥം എങ്ങനെയാണ് കൈമാറുന്നത്? അതാണ് പ്രധാനം. ഭാഷ പ്രതീകാത്മകമാണ്, സിംബോളിക് ആണ്. പ്രതീകാത്മകം. അതായത് ശബ്ദങ്ങൾ, വാക്കുകൾ ഇവയൊക്കെ ഓരോ വസ്തുക്കളെയോ ആശയങ്ങളെയോ സംഭവങ്ങളെയൊക്കെ പ്രതിനിധീകരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇല്ലാത്ത കാര്യങ്ങളെപ്പറ്റി പോലും സംസാരിക്കാൻ ഇത് നമ്മളെ സഹായിക്കും. ശരിയാണ്. ഉദാഹരണത്തിന് കഴിഞ്ഞുപോയ കാര്യങ്ങൾ, അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ സൗന്ദര്യം, നീതി എന്നൊക്കെ പറയുന്ന പോലത്തെ ആബ്സ്ട്രാക്റ്റ് ആശയങ്ങൾ. ശരിയാണ്. ഈ പ്രതീകാത്മകതയുടെ ശക്തി അത് വലുതാണ്. അതുമാത്രമല്ലല്ലോ, നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ, നമ്മുടെ ഇന്റൻഷൻസ്, മോട്ടീവ്സ്, ഫീലിംഗ്സ്, ബിലീവ്സ്, അതായത് ഉദ്ദേശങ്ങൾ, ലക്ഷ്യങ്ങൾ, വികാരങ്ങൾ, വിശ്വാസങ്ങൾ, ഇതൊക്കെ പ്രകടിപ്പിക്കാനും ഭാഷ തന്നെയല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്? കൃത്യമായി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വ്യക്തിപരമായ എക്സ്പ്രഷൻ. ഇതുകൂടാതെ ഭാഷ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെ നയിക്കാനും ഉപയോഗിക്കാറുണ്ട്. അതെങ്ങനെയാണ്? ഇപ്പോൾ ഒരു റിക്വസ്റ്റ്, ഒരു അഭ്യർത്ഥന നടത്താൻ, അല്ലെങ്കിൽ ഒരു കമാൻഡ്, ഒരു നിർദ്ദേശം നൽകാൻ. ശരി. അതുപോലെ പഠിപ്പിക്കാൻ, വിവരങ്ങൾ കൈമാറാൻ, ഇതിനൊക്കെ ഭാഷ വേണം. നിങ്ങൾ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഇപ്പോൾ ചെയ്യുന്നതും ഒരു തരത്തിൽ അതാണല്ലോ, വിവരങ്ങൾ സ്വീകരിക്കുക, കൈമാറുക. ശരിയാണ്. അപ്പോൾ ആശയവിനിമയം, പിന്നെ ഈ അർത്ഥം കൈമാറൽ, നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കൽ, പ്രവർത്തനങ്ങളെ നയിക്കൽ, അറിവ് നൽകൽ, ഇതൊക്കെയാണ് പ്രധാന ധർമ്മങ്ങൾ. അതെ, ഈ ധർമ്മങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഓക്കെ. നമ്മൾ ആശയങ്ങൾ ഉണ്ടാക്കുന്നു, അതായത് പ്രൊഡക്ഷൻ, പിന്നെ അത് മനസ്സിലാക്കുന്നു, കോംപ്രിഹെൻഷൻ. ഇതിലൂടെയാണ് ഈ ധർമ്മങ്ങളൊക്കെ നടക്കുന്നത്. ശരി. പക്ഷേ ഈ ആശയവിനിമയം എപ്പോഴും അങ്ങോട്ട് സുഗമമായി നടക്കുമോ? എന്തെങ്കിലും നിയമങ്ങളോ കാര്യങ്ങളോ ഇതിനെ സ്വാധീനിക്കുന്നുണ്ടോ? നല്ല ചോദ്യം. തീർച്ചയായുമുണ്ട്. ഈ ആശയവിനിമയം ഫലപ്രദമാകാൻ ചില തത്വങ്ങളുണ്ട്. യൂണിറ്റിൽ ഗ്രേസിന്റെ ആശയവിനിമയ തത്വങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. ഗ്രൈസിന്റെ തത്വങ്ങൾ? അതെ. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമായിരിക്കണം, സത്യസന്ധമായിരിക്കണം, വിഷയവുമായി ബന്ധമുള്ളതായിരിക്കണം, പിന്നെ ആവശ്യത്തിന് മാത്രം പറയുക, മിതത്വം പാലിക്കുക. ഓക്കെ. ക്വാളിറ്റി, ക്വാണ്ടിറ്റി, റെലവൻസ്, മാനർ. അതെ. ഇത് പാലിക്കുന്നത് വെറുമൊരു മര്യാദയല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരിട്ട് പറയാത്ത കാര്യങ്ങൾ പോലും മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു സഹകരണ മനോഭാവം ഇത് ഉറപ്പാക്കുന്നുണ്ട്. കൊള്ളാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ സംസാരിച്ചതെന്നൊരു കാര്യം വ്യക്തമാണ്. ഭാഷ എന്ന് പറയുന്നത് വെറുതെ കുറച്ച് വാക്കുകളല്ല, അതിന് വളരെ കൃത്യവും ശക്തവുമായ ധർമ്മങ്ങളുണ്ട്. നമ്മുടെ ചിന്തകളെ, നമ്മുടെ സാമൂഹിക ഇടപെടലുകളെ ഒക്കെ രൂപപ്പെടുത്തുന്ന ഒരു ടൂളാണിത്. അതെ. അർത്ഥം കൈമാറുക, നമ്മളെ തന്നെ പ്രകടിപ്പിക്കുക, മറ്റുള്ളവരെ സ്വാധീനിക്കുക, അറിവ് പങ്കുവയ്ക്കുക, അങ്ങനെ പലതും. സൈക്കോലിംഗ്വിസ്റ്റിക്സ് പഠിക്കുമ്പോൾ ഇത് വളരെ അടിസ്ഥാനപരമായൊരു കാര്യമാണ്. നിങ്ങൾ തുടർന്ന് ചിന്തിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി പറയാം. എന്താണത്? ഭാഷയുടെ പ്രധാന ധർമ്മം നമ്മുടെ ചിന്തകളും ആശയങ്ങളും ഈ പ്രതീകാത്മകമായി കൈമാറുക എന്നതാണല്ലോ. അങ്ങനെയെങ്കിൽ ഓരോ പ്രത്യേക ഭാഷയുടെയും ഘടന, അതിന്റെ സ്ട്രക്ചർ, ഉദാഹരണത്തിന് മലയാളവും ഇംഗ്ലീഷും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, വ്യാകരണത്തിലും വാക്കുകളിലുമൊക്കെ, അത് ഈ അടിസ്ഥാന ധർമ്മങ്ങൾ നിറവേറ്റുന്ന രീതിയെ എങ്ങനെയായിരിക്കാം സ്വാധീനിക്കുന്നത്? അതൊരു നല്ല ചിന്തയാണ്. അതെ. ഇതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നത് നിങ്ങളുടെ പഠനത്തിനൊരു പുതിയ കാഴ്ചപ്പാട് നൽകിയേക്കാം.